UPI ഉപയോഗിക്കുന്നവർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. UPI അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്നിവയ്ക്കൊപ്പം നൽകിയിട്ടുള്ള ഫോൺ നമ്പർ സജീവമായി പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഇതിൽ പ്രധാന നിർദ്ദേശം. അല്ലാത്ത പക്ഷം UPI സേവനങ്ങൾ ഏപ്രിൽ 1 മുതൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് NPCI വ്യക്തമാക്കുന്നുണ്ട്. UPI അംഗ ബാങ്കുകൾ, UPI ആപ്പുകൾ, മൂന്നാം കക്ഷി ആപ്പ് ദാതാക്കൾ എന്നിവരും ഈ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും NPCI പറയുന്നു. NPCI നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാവിന്റെ ആപ്ലിക്കേഷനുകളും മൊബൈൽ നമ്പർ അസാധുവാക്കൽ ലിസ്റ്റ്, ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസുകൾ പുതുക്കുകയും വേണം. കാലഹരണപ്പെട്ടതോ വീണ്ടും എടുത്തതോ ആയ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ള UPI ഇടപാടുകൾക്ക് പ്രശ്നം നേരിടാമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ വിച്ഛേദിച്ച മൊബൈൽ നമ്പറുകൾ 90 ദിവസത്തിന് ശേഷം പുതിയ വരിക്കാർക്ക് വീണ്ടും അസൈൻ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ഉപഭോക്താവ് 3 മാസത്തേക്ക് കോളുകൾ, SMS, ഡാറ്റ എന്നിവ ഉപയോഗിക്കാതിരുന്നാൽ ടെലികോം സേവനദാതാവ് നമ്പർ നിർജ്ജീവമാക്കും. തുടർന്ന് ഈ വിച്ഛേദിക്കപ്പെട്ട നമ്പറുകൾ പുതിയ സബ്സ്ക്രൈബർമാർക്ക് അനുവദിക്കുകയാണ്. പുതിയ UPI മാർഗനിർദ്ദേശങ്ങൾ 2025 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന UPI ഐഡികൾ നിർജ്ജീവമാക്കപ്പെടും. ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ദീർഘകാലത്തേക്ക് നിഷ്ക്രിയമായിരുന്നെങ്കിൽ നിങ്ങളുടെ അനുബന്ധ UPI ID അൺലിങ്ക് ചെയ്യപ്പെടും. ഇതോടെ UPI സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഉപഭോക്താക്കൾ അവരുടെ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി ഉപയോഗിക്കുകയാണെന്ന് ഉറപ്പാക്കണം. ശരിയായ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ബാങ്ക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് UPI സേവനങ്ങൾ തുടർന്ന് സുഗമമായി ഉപയോഗിക്കാൻ കഴിയും.